ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഡൽഹിയിൽ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം. ഡൽഹി ആർ.കെ.പുരം അയ്യപ്പ ക്ഷേത്രത്തിലാണ് സംഗമം നടക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ വിയോജനക്കുറിപ്പ് എഴുതിയ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചടങ്ങിൽ തിരിതെളിയിക്കും. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ഇപ്പോൾ ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് അല്പസമയത്തിനകം അജീഷ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരും. ഡൽഹിയിലാണ് ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിലാണ് ഇതിന്റെ ബദലായി ഹിന്ദു സംഘടനകൾ അവിടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡൽഹി ആർ.കെ.പുരം അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത്. നേരത്തെ അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വന്നതാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥതയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. എന്തുകൊണ്ട് യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട അന്ന് പ്രക്ഷോഭകാലത്തുണ്ടായ കേസുകളൊന്നും സർക്കാർ പിൻവലിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ അവർ ഉയർത്തിയതാണ്. സർക്കാരിന് അക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്നുള്ള തരത്തിൽ ഇതിന്റെ സംഘാടകരുടെ പ്രതികരണമൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അജീഷ് കുമാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ പരിപാടി ആരംഭിച്ചോ ഡൽഹിയിൽ? ഉന്മേഷ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലെ ആർ.കെ.പുരം അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശിഷ്ടാതിഥിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി ഈ ശബരിമല കേസിലെ വിയോജന വിധി പറഞ്ഞ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അവർ എത്തിയില്ല. മറ്റു പ്രമുഖ വ്യക്തികളടക്കം വേദിയിൽ എത്തി. 200 കണക്കിന് ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ തന്നെ പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളും സാംസ്കാരിക സംഘടനകളും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ക്ഷേത്ര പ്രതിനിധികളും അടക്കമുള്ളവർ ഈ പരിപാടിക്കായി എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ പരിപാടി തുടങ്ങിയത്. പ്രധാനമായും ആവശ്യപ്പെടുന്നത് 2018 ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളടക്കം പിൻവലിക്കണം, ശബരിമലയെ ദേശീയ ആത്മീയ കേന്ദ്രമായി പ്രഖ്യാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്തരത്തിലൊരു ബദൽ അയ്യപ്പ സംഗമം ഇവിടെ ഇപ്പോൾ തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ പരിപാടി ആവിഷ്കരിച്ചത്. ഇപ്പോൾ പരിപാടിയിൽ ഏതാണ്ട് 100-ലധികം ആളുകൾ, ദില്ലിയിലെ മലയാളികളെ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും വിശ്വാസികളും അടക്കമുള്ളവരാണ് ഈ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.